ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് ഇലക്ട്രൽ ബോണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഓരോ ദിവസവും ഇത് സംബന്ധിച്ച കൂടുതൽ അഴിമതി കഥകൾ പുറത്തു വരികയാണ്. BJPയുടെ കേന്ദ്ര സർക്കാരും വൻകിട കോർപ്പറേറ്റുകളും തമ്മിലുള്ള പണമിടപാടുകളും ഒത്തുകളികളും സുപ്രീം കോടതിയെ പോലും അത്ഭുതപ്പെടുത്തുന്നതാണ്. ലളിതമായി പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാനുള്ള കടപത്രങ്ങളാണ് ഇലക്ട്രൽ ബോണ്ടുകൾ. പാർട്ടികൾക്ക് സംഭാവന നൽകാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രത്യേക ശാഖകളിൽ നിന്നും നിശ്ചിത തുകയ്ക്കുള്ള ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങാം. ഏതൊരു ഇന്ത്യൻ പൗരനും സ്ഥാപനത്തിനും ഇത്തരത്തിൽ സംഭാവനകൾ നൽകാം. 1000, 10000, 1 ലക്ഷം, 10 ലക്ഷം എന്നിങ്ങനെയാണ് ബോണ്ടുകളുടെ മൂല്യം. എത്ര വേണമെങ്കിലും സംഭാവന ചെയ്യാം. ഈ പണം പാർട്ടികൾക്ക് അവരുടെ ഔദ്യോഗിക ബാങ്ക് അക്കൗണ്ടുകൾ വഴി പിൻവലിക്കാം. ഇത്തരത്തിൽ ലഭിക്കുന്ന പണം ആരാണ് നൽകിയതെന്ന് രാഷ്ട്രീയ കക്ഷികൾ വെളിപ്പെടുത്തേണ്ടതില്ല എന്നതാണ് പ്രധാന ആകർഷണം. എന്നാൽ BJPയുടെ ഇലക്ട്രൽ ബോണ്ട് പദ്ധതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ടെത്തിയ സുപ്രീം കോടതി രാഷ്ട്രീയ പാർട്ടികളുടെ സംഭാവനകൾ സംബന്ധിച്ച വിവരങ്ങൾ പൊതുജനങ്ങൾക്കറിയാൻ അവകാശമുണ്ടെന്നും ഇത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ അത്യന്താപേക്ഷിതമാണെന്നും വ്യക്തമാക്കി. SBI ഇലക്ട്രൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നത് ഉടൻ നിർത്തണമെന്നും ഈ പദ്ധതിക്ക് കീഴിൽ നൽകിയ എല്ലാ സംഭാവനകളുടെ വിശദാംശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചതോടെയാണ് കളി മാറിയത്. ബോണ്ടുകൾ വഴി ഏറ്റവും കൂടുതൽ പണം സമ്പാദിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് BJP. ആദിത്യ ബിർള, വേദാന്ത, എയർടെൽ, മുത്തൂറ്റ്, ബജാജ്, TVS, കൊട്ടക് തുടങ്ങിയ കോർപ്പറേറ്റ് ഭീമന്മാരാണ് BJPയുടെ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയത്. കോടിക്കണക്കിന് രൂപയാണ് ഇതുവഴി കാവി പാർട്ടിക്ക് സംഭാവന ലഭിച്ചത്. ഇത് സംബന്ധിച്ച വെളിപ്പെടുത്തലുകൾ രാജ്യത്തെ ഭരണകക്ഷിയും വൻകിട ബിസിനസ് ഭീമന്മാരും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിനെ പറ്റിയുള്ള വിവരങ്ങൾ പുറത്തു കൊണ്ടുവരികയാണ്. സുപ്രീം കോടതി നേരിട്ടിടപെട്ട വിഷയത്തിൽ ഇപ്പോഴും പല വിവരങ്ങളും മനഃപൂർവ്വം മൂടിവെക്കപ്പെടുന്ന രാഷ്ട്രീയ സാഹചര്യം വളരെ ഭീകരമാണ്. ഇന്ത്യയിലെ മൂന്നാമത്തെ വലിയ സ്വകാര്യ മേഖലാ ബാങ്കാണ് കൊട്ടക് മഹീന്ദ്ര ബാങ്ക്. കൊട്ടക് ഗ്രൂപ്പുമായി ബന്ധമുള്ള ഇൻഫിന ഫിനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് 131 കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ട് വഴി വാങ്ങിയത്. എന്നാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ആദ്യം വെളിപ്പെടുത്തിയ കണക്കുകളിൽ ഇത് 60 കോടി രൂപയായിരുന്നു. SBI വെളിപ്പെടുത്തിയ തുകയും ഇൻഫിന വാങ്ങിയ യഥാർത്ഥ തുകയും തമ്മിലുള്ള പൊരുത്തക്കേട് ഇലക്ട്രൽ ബോണ്ടുകളുടെ സുതാര്യതയും ഉത്തരവാദിത്വത്തെയും കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തുന്നതാണ്. ഇൻഫിനയുടെ മുതിർന്ന ബോർഡ് അംഗമായ KMB ഉദ്യോഗസ്ഥന് BJPയോടുള്ള പ്രത്യേക താല്പര്യമാണ് ഈ ഇടപാടിന് പിന്നിലെന്നാണ് ആരോപണം. KMBയുടെ ഡയറക്ടർ ബോർഡ് റിപ്പോർട്ടുകളിൽ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയതിനെ പറ്റി യാതൊരു പരാമർശവുമില്ല. ഇത് ബാങ്കിനുള്ളിൽ എന്തോ ചീഞ്ഞു നാറുന്നുവെന്ന തോന്നൽ ഉളവാക്കുന്നു. ഇതിനൊപ്പം ചേർത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇലക്ട്രൽ ബോണ്ടിലേക്ക് സംഭാവന ചെയ്തതിന് പിന്നാലെ കേന്ദ്ര സർക്കാർ കൊട്ടക്കിന് നിരവധി ചട്ടവിരുദ്ധ നിയന്ത്രണ ഇളവുകൾ നൽകിയിരുന്നു. ഇത് ചില സംശയങ്ങൾ ഉയർത്തുന്നു. ചുരുക്കത്തിൽ എന്തൊക്കെയോ വശപിശകുകൾ എവിടെയൊക്കെ നടന്നിട്ടുണ്ടെന്ന് വ്യക്തം. ഇലക്ട്രൽ ബോണ്ടുകളെ ചുറ്റിപ്പറ്റിയുള്ള വിവാദം ഉദയ് കൊടക്കിന്റെയും ഒരു ബാങ്കിംഗ് റെഗുലേറ്റർ എന്ന നിലയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും പേരിനേറ്റ കളങ്കം കൂടിയാണ്. എന്നാൽ ഇത്രയൊക്കെ ആയിട്ടും ഈ വിഷയത്തിൽ ബിസിനസ് ജേർണലിസ്റ്റുകളും സാമ്പത്തിക വിദഗ്ധരും മൗനം പാലിക്കുന്നു. യഥാർത്ഥത്തിൽ ഇത് ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയിലെ കെടുകാര്യസ്ഥതയാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കോർപ്പറേറ്റ് ഭീമന്മാർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നടത്തുന്ന തിരിമറികളുടെ നേർചിത്രമാണ്. രാഷ്ട്രീയക്കാരെ ഉപകരണമാക്കി കോർപ്പറേറ്റുകൾ നടത്തുന്ന ഇത്തരം സാമ്പത്തിക ക്രമക്കേടുകൾ രാജ്യത്തിന്റെ ഭാവിക്ക് തന്നെ അപകടമാണ്. ഇതിന് കൂച്ചുവിലങ്ങിടേണ്ടവർ കേന്ദ്ര സർക്കാർ തന്ന പണത്തിനു മുന്നിൽ പാവ കളിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്.